ഗോകുൽ, സ്ട്രോങ് റൂം തുറന്ന് EVM-കൾ പുറത്തേക്ക് എടുക്കാൻ എപ്പോൾ തുടങ്ങും? എന്താണ് കൗണ്ടിംഗ് സ്റ്റേഷന് പുറത്തെ കാഴ്ചകൾ? ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ സ്ട്രോങ് റൂം തുറന്ന് ഈ EVM മെഷീനുകളൊക്കെ പുറത്തെടുത്ത് വോട്ടിംഗ് എണ്ണി തുടങ്ങാൻ. ഏകദേശം ഒരു 8 മണിയോട് അടുപ്പിച്ച് തന്നെ വോട്ട് എണ്ണി തുടങ്ങും. അതിനുശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എന്തായിരിക്കും പാലക്കാട്ടുകാരുടെ മനസ്സിൽ എന്നുള്ളതിൻ്റെ റിസൾട്ട് അറിയാം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠനൊക്കെ ഇവിടെയുണ്ട്. ശ്രീകണ്ഠൻ വോട്ടെണ്ണുന്നതിന് വേണ്ടി തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു കൗണ്ടിംഗ് ഏജന്റാണ്. രാഹുൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ അവസാനം? ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലെന്താണ്? മനസ്സിൽ ഉയർന്ന വിജയപ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ്. കാരണം എനിക്ക് ത്രൂ ഔട്ട് പോസിറ്റീവ് മാത്രം റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന്. അത് അവരെ കാണുന്ന ഇടങ്ങളിലെല്ലാം. ഇന്നിപ്പം 2 ക്ഷേത്രങ്ങളിൽ പോയി. ആ 2 ക്ഷേത്രങ്ങളിലെയും ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി ജയിക്കും കേട്ടോ, ഉറപ്പായിട്ട് ജയിക്കും കേട്ടോ എന്ന് പറയുമ്പം അവരുടെ ഒരു റെസ്പോൺസാണല്ലോ അത്. ആദ്യ റൗണ്ടിൽ തന്നെ ലീഡൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യ 1, 2, 3 റൗണ്ടുകൾ എന്ന് പറയുന്നത് BJPക്ക് വലിയ അപ്രമാദിത്വം ഉണ്ട് എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലും കഴിഞ്ഞ കാലഘട്ടത്തിൽ അപ്രമാദിത്വം ഒന്നും നിലനിർത്താൻ അവർക്ക് കഴിയില്ല. അവിടെ പോലും വിള്ളലുകൾ ഉണ്ടാകും. എന്തായാലും മുനിസിപ്പാലിറ്റിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടാക്കി, പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. അപ്പോൾ ഏതായാലും ഓൾ ദ ബെസ്റ്റ്. ഏതായാലും VK ശ്രീകണ്ഠൻ MP കൂടി ഇവിടെയുണ്ട്. അദ്ദേഹവും ഇതിൻ്റെ ഒരു കൗണ്ടിങ് ഏജൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അല്പം തിരക്കിലാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടാം. ഏതായാലും ഇങ്ങനെ ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 8 മണിയോട് അടുപ്പിച്ച് ഈ വോട്ടെണ്ണൽ ആരംഭിക്കും. അവിടെയൊക്കെ വെളിച്ചം വീണു. രാവിലെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ ഇരുട്ടാണെങ്കിൽ ആ വെളിച്ചം വീണു. പക്ഷേ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് ഇവിടെ കേൾക്കാം കേട്ടോ ഗോകുൽ. രാഹുലിന്റെയൊക്കെ നെഞ്ചിടിപ്പ് ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനി അല്പ ദൂരമേ ഉള്ളൂ. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമെന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും അവരുടെ നെഞ്ചിടിപ്പ് ഇവിടെ ഉറച്ചുറച്ച് കേൾക്കാം. ആവേശത്തിൽ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ പാലക്കാട്ടെ ചിത്രം, മത്സര ചിത്രം, അതിന്റെ വീറും വാശിയും ഒക്കെ അവിടെ മുതൽ ഇവിടെ വരെ ഓരോ പ്രവർത്തകരിലും എല്ലായിടത്തും വലിയ ടെൻഷന്റെ നിമിഷങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത്. അതുപോലെ ആകാംക്ഷയുള്ള സ്ഥലമാണ്. എന്നെ സംബന്ധിച്ച് ചേലക്കര വലിയ ആകാംക്ഷയാണ്. കാരണം പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു ജനഹിത പരിശോധന നടക്കുന്നത് നമുക്ക് പാലക്കാടിനെ കുറിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ ചേലക്കരയെ കുറിച്ച് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ നിലയ്ക്കുള്ള ഒരു റഫറണ്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷ ഇടതുമുന്നണി പ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു. അവിടെ നിന്ന് MS ലിഷോയ് ഉണ്ട്. ലിഷോയ് വരവൂരിൽ നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ലീഡ് പിക്ക് ചെയ്യേണ്ടതാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആദ്യത്തെ റൗണ്ടിൽ LDF-ന് 1000-ന് മുകളിൽ ലീഡ് ഉണ്ടായിരുന്നു. LDF ആണ് ജയിക്കുന്നതെങ്കിൽ 1-ാം റൗണ്ടിൽ പറയാം അല്ലേ? തീർച്ചയായും 1ഉം 2ഉം റൗണ്ടുകൾ എണ്ണി കഴിയുമ്പോൾ തന്നെ 2 പഞ്ചായത്തുകളുടെ ഏകദേശം, അതായത് 2 പഞ്ചായത്തുകൾ പൂർണ്ണമായും എണ്ണിക്കഴിയും. അതോടുകൂടി ആ ഒരു ട്രെൻഡ് കൃത്യമാണ്. വലിയ ഒരു ലീഡ് ആ 2 പഞ്ചായത്തുകളിൽ LDF-ന് ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഒരു UDF-ന് അത് മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാകില്ല. അത് തന്നെയാണ് LDF-ന്റെ ആത്മവിശ്വാസം. അതേസമയം തന്നെ UDF പറയുന്നത് ഈ 2 ഇടങ്ങളിലും വലിയ ഒരു മുന്നേറ്റം LDF-ന് കാഴ്ചവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മറ്റു പഞ്ചായത്തുകളിൽ കൂടി എണ്ണുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ലീഡ് ഈ ഒരു LDF-ന്റെ ലീഡിനെ മറികടക്കാനുള്ള തക്ക ഒരു ലീഡ് ഉണ്ടാകുമെന്നുള്ളതാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ സ്ട്രോങ് റൂം തുറന്നു കഴിഞ്ഞു. പെട്ടി പൊട്ടി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടുത്തെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, കോൺഗ്രസ് നേതാക്കളൊക്കെ വരുന്നത് ആത്മവിശ്വാസത്തോടുകൂടി. മനോഹരമായ സ്ഥലമാണ്. ചേലക്കരയിൽ നിന്ന് എത്ര വട്ടം ഇപ്പൊ അതൊരു ക്ലീഷയായി മാറിയില്ലേ? പറഞ്ഞ് ക്ലീഷയായി മാറി. ഇതാ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും കോൺഗ്രസ് നേതാക്കളും വരികയാണ്. എത്രത്തോളം വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ട് എന്നവരുടെ വാക്കുകൾ നമുക്ക് ഇതുവരെയും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ജയിക്കുമെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എത്ര കോൺഫിഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അഭിലാഷ് പറഞ്ഞല്ലോ, ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തകർച്ചയുണ്ടായിട്ടും LDF-നൊപ്പം 19 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ചേലക്കര. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു 100 സീറ്റ്, വലിയൊരു ക്ലീൻ സ്വീപ്പ്, വൺ ട്രെൻഡ് വന്നാൽ നിയമസഭയിലേക്ക് LDF UDF 100 സീറ്റിൽ വിജയിച്ചു വരാം. അപ്പോഴും 40-ിടത്ത് മറുഭാഗം വിജയിക്കുന്നുണ്ടല്ലോ. അതിലും കുറഞ്ഞ എണ്ണമാണ് ഈ 19. അവിടെ നിയമസഭയിൽ 140 സീറ്റുകളിൽ ഏത് സീറ്റിലാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം CPM-ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേലക്കരയിലാണ് എന്നുള്ളതാണ് അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത് എങ്ങനെയാണ്? ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവിൽ നിന്നാണ് K. രാധാകൃഷ്ണൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. അത്രമേൽ ഇടതിന്റെ ഉറച്ച കോട്ട എന്നുള്ളതാണ്. 10-28 വർഷമായി ഒപ്പം നിൽക്കുന്ന കോട്ട. ചേലക്കരയിലെ ചെങ്കൊടി ഒരു കാറ്റിലും ഇളകില്ല, അത് ഉയർന്നു തന്നെ മാറും എന്നുള്ളതാണ്. നമ്മൾ രമ്യ ഹരിദാസ്
ഹരിദാസ് മത്സരിച്ച 2019 ആലോചിക്കണം. 2019 ലോക്സഭയിൽ ആലത്തൂരിൽ നിന്ന് രമ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ ഈ ചേലക്കര വലിയ ലീഡ് രമ്യക്ക് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ ചേലക്കരയിലെ 9 പഞ്ചായത്തിലും, ചേലക്കരയിലെ വരവൂര് മുതൽ പഴയന്നൂർ വരെ 9 പഞ്ചായത്തുകളും രമ്യക്കാണ് ലീഡ് കൊടുത്തത് എന്നുള്ളത് ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 3 കുറഞ്ഞു. അതായത് പഴയന്നൂർ, അതുപോലെ തന്നെ ചേലക്കര, മുള്ളൂർക്കര, ഈ 3 പഞ്ചായത്തിൽ രമ്യ ഹരിദാസ് ആണ് 6 മാസം മുമ്പ് ലീഡ് ചെയ്തത് എന്ന കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. എന്തായാലും വരവൂരും ദേശമംഗലവും എണ്ണിക്കഴിയുമ്പോൾ LDFന്റെ ലീഡ്, LDF പ്രതീക്ഷിക്കുന്നത് 5000 കടക്കുമെന്നാണ്. കാരണം LDFന്റെ സ്ട്രോങ് ഹോൾഡുകളിൽ നിന്നാണ് എണ്ണി തുടങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഒന്നാമത്തെ റൗണ്ടിൽ 1000-ൽ പരം വോട്ടുകൾക്ക് 1167 വോട്ടുകളാണ് വരവൂർ പഞ്ചായത്തിൽ മാത്രം LDF ലീഡ് ചെയ്തത്. തൊട്ടപ്പുറത്ത് ദേശമംഗലത്ത് 148 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായത്. ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് നൽകിയ പ്രദേശങ്ങളാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതികൂല സാഹചര്യത്തിൽ പോലും LDF ലീഡ് ചെയ്ത ഇടങ്ങളിൽ നിന്നാണ് കൗണ്ടിംഗ് തുടങ്ങുന്നത്. അതായത് 8 മണിക്ക് എണ്ണി തുടങ്ങുന്നത് LDF കേന്ദ്രങ്ങളിൽ നിന്നാണ്. അവിടെ ഒരു ട്രെൻഡ് നെഗറ്റീവ് ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുക അതായത് LDF കേന്ദ്രം എന്ന് പറയുമ്പോൾ UDF-നും BJP-ക്കും ഒക്കെ സ്വാധീന മേഖലകൾ ഏറെയുണ്ട്. ഇതിപ്പോ LDF കേന്ദ്രമല്ലാത്ത എവിടെയാണ് ചേലക്കരയിലുള്ളത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെ നിന്ന് വരുന്ന അതായത് നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ ജയിച്ചാൽ പോരാ ചേലക്കരയിൽ CPM ഇപ്പൊ 10000 വോട്ടിന് ജയിക്കുകയാണെന്ന് വിചാരിക്കുക. അതൊരു ജയം എന്ന നിലയ്ക്ക് കാണാൻ കഴിയുമോ CPM-ന്? അവിടെ ഉപതെരഞ്ഞെടുപ്പാണ് അത്. നമുക്ക് ഉപതെരഞ്ഞെടുപ്പിന്റെ ജനറൽ ഇലക്ഷൻ ഇപ്പൊ 39,400 എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ സംഭവിച്ച കേരളത്തിൽ ആകെ ആഞ്ഞു വീശിയ ഇടതുപക്ഷ തരംഗത്തിന്റെ ഭാഗമായി കൂടി ഉണ്ടാവുന്നതാണ്. UR പ്രദീപ് ഏതാണ്ട് ഈ നമ്പറിനാണ് 2016 അവിടെ പിണറായി വിജയന്റെ ആദ്യ സർക്കാർ ഉണ്ടായപ്പോൾ ജയിച്ചത് എന്നോർക്കണം. മാത്രമല്ല അവിടെ ഒരു മടുപ്പുണ്ടായിരുന്നില്ല. കേരളാദാസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റീ എൻട്രി ആണ്. അദ്ദേഹം മന്ത്രിയാകാൻ പോകുന്നു, അദ്ദേഹം വീണ്ടും പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്താൻ പോകുന്നു എന്നൊരു ആവേശം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. കെ രാധാകൃഷ്ണനുള്ള വോട്ടുമുണ്ട്. കെ രാധാകൃഷ്ണൻ ഫാക്ടർ, അതായത് CPM മിണ്ടാതെ ഇരുന്ന ആ വിഷയം തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ആഞ്ഞടിച്ചു. കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ടാണ് നിയമസഭയിലില്ലാത്ത അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം മാറ്റി നിർത്തി, എന്തുകൊണ്ടാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു എതിരാളികൾ ചേലക്കരയിൽ. തീർച്ചയായും അതുകൊണ്ട് ചേലക്കര കേരളത്തെ സംബന്ധിച്ച് നിർണായകമാകുന്നത് ഇതൊരു തരത്തിലുള്ള ജനഹിത പരിശോധനയായി മാറും. ഭരണവിരുദ്ധ വികാരം എത്ര എന്നതിന്റെ അളവുകോലായി ചേലക്കര ഇലക്ഷൻ മാറും. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ധാരാളം മനുഷ്യരുള്ള സാധാരണക്കാരായ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ, അടിസ്ഥാന ജനവിഭാഗം ഏറെ വസിക്കുന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലം എന്ന പ്രത്യേകത, അതിന്റെ ഡെമോഗ്രഫി കേരളത്തിന് തന്നെ ഒരു പരിച്ഛേദമായി വരാൻ അങ്ങനെ സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് സ്പെസിമെനായി എടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഏത് കാറ്റിലും LDFനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ്. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന മാറ്റം മറിച്ചിലുകൾ അത് കേരളത്തിന് തന്നെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം.